നടിയെ ആക്രമിച്ച കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത നൽകിയ ഹർജി കേൾക്കുന്നതിൽ നിന്ന് രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. മറ്റൊരു സിംഗിൾ ബെഞ്ചായിരിക്കും ഇനി കേസ് പരിഗണിക്കുക. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ച സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ പുതിയ ഹർജി 86ാമത്തെ ഇനമായാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ കേസ് കേൾക്കുന്നതിൽ നിന്ന് താൻ പിന്മാറുകയാണെന്ന് ഒറ്റ വാക്കിൽ ജഡ്ജി അറിയിക്കുകയായിരുന്നു. പിന്മാറ്റത്തിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ആയിരുന്ന കാലയളവിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തിയിരുന്നു. ഇതാണ് അതിജീവിതയുടെ ഹർജി കേൾക്കുന്നതിൽ നിന്നും പിന്മാറാനുള്ള കാരണമെന്നാണ് സൂചന. നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചും കേസ് കേൾക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി തുറന്നു പരിശോധിച്ച സംഭവത്തിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് അതിജീവിതയുടെ പരാതി. അതിനാൽ സംഭവത്തിൽ സൈബർ വിദഗ്ധരടക്കമുള്ളവരെ ഉൾപ്പെടുത്തി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പുനരന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. നേരത്തെ ഈ വിഷയത്തിൽ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയിൽ തുടർ നടപടി എടുത്തില്ലെന്നും അതിജീവിത ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് ഹാജരാകുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.